ഉമ്മക്ക് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. എനിക്ക് ഉമ്മനെയും എന്റെ കുട്ടീനെ ഹോസ്റ്റലിക്കൊന്നും വിടേണ്ട. ഹോസ്റ്റലിൽ നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്റെ ഉമ്മ മാത്രമാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നീട് മനസ്സില്ലാ മനസ്സോടെ ഉമ്മയും സമ്മതിച്ചു. എന്റെ കുട്ടി ക്ഷീണിച്ചല്ലോ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുഖത്തൊരു ഉമ്മയും തന്ന് ഉമ്മ എന്നെ പൂമുഖത്തേക്ക് സ്വീകരിക്കുമായിരുന്നു. പിന്നെ സ്വർഗമാണ്. ഇറച്ചിയും ചോറും പൊരിച്ചതും തുടങ്ങി എനിക്കിഷ്ടമുള്ള എല്ലാ വിഭവങ്ങളുമുള്ള കുറഞ്ഞ ദിവസം. എന്റെ കുട്ടി ആരോടും കളവ് പറയണ്ട, ആരെയും കാട്ടണ്ട, ഓത്തുനിസ്കാരങ്ങളൊന്നും ഒഴിവാക്കരുത് കേട്ടോ. ഇങ്ങനെ പല ഉപദേശങ്ങളും തന്നുകൊണ്ടായിരുന്നു ഉമ്മ എന്നും എന്നെ ഹോസ്റ്റലിലേക്ക് അയക്കാറ്. പിന്നെ കരഞ്ഞുകൊണ്ടൊരു ഉമ്മയും. ആ ഉമ്മയേക്കാൾ മറ്റൊന്നും എന്റെ ഹൃദയത്തിൽ ഇതുവരെ പതിഞ്ഞിട്ടില്ല. എപ്പോ ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴും ഉമ്മ എന്റെ ബാഗ് നിറയെ പല പലഹാരങ്ങളും കൊണ്ട് കുത്തി നിറക്കുമായിരുന്നു. മോൻ അവിടെ പോയി കഴിച്ചോണ്ടി, ഉമ്മച്ചി ബാഗിൽ വെച്ചിട്ടോ. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ഉമ്മ കേൾക്കില്ല. പക്ഷേ ഉമ്മ തന്നത് തന്നെയായിരുന്നു പലപ്പോഴും എന്റെ വിശപ്പകറ്റിയത്. പറയാൻ ഒന്നുമില്ലെങ്കിലും എന്നും വിളിക്കും, മോനെ ഈ എന്തേലും കഴിച്ചോ? ഇങ്ങനെ ചോദിക്കുന്ന ഒരാളെ ഈ ഭൂമിയിലുള്ളൂ, അതെന്റെ ഉമ്മയാണ്.